ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്രോബബിൾ 11 ആണ്. നമുക്കിനി അറിയാം IPL സ്റ്റാർട്ട് ചെയ്യാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ആദ്യത്തെ എപ്പിസോഡ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്രോബബിൾ 11. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വീഡിയോ ആണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോബബിൾ 11 കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രോബബിൾ 11 ട്രൈ ഞാനിവിടെ പറയാം. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓപ്പണിംഗ് സൈഡിൽ തന്നെ തുടങ്ങാം. നമുക്കറിയാം സ്ഥിരം കണ്ടുവരുന്ന ഡെവോൺ കോൺവേ ഋതുരാജ് ഗെയ്ക്വാദ് കോമ്പിനേഷനിൽ നിന്നും ഒരു ചേഞ്ച് നിർബന്ധിതമായി ചെന്നൈ സൂപ്പർ കിങ്സിന് വരുത്തേണ്ടി വരികയാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇഞ്ചുറി എന്ന് തന്നെ നമുക്ക് പറയാം. ഡെവോൺ കോൺവേക്ക് ഏറ്റ തമ്പ് ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് സർജറി നടത്തേണ്ടി വരികയും മോസ്റ്റ് പ്രോബബിളി അദ്ദേഹം മെയ് മാസത്തിൽ മാത്രമാണ് ടീമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതെന്ന് ആണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിർബന്ധിതമായ ചേഞ്ച് എന്ന് പറയുമ്പോൾ വലിയ പ്രഷർ കയറിയൊരു ചേഞ്ച് അല്ലത്, വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചും അല്ല. കാരണം രജിൻ രവീന്ദ്ര എന്നൊരു ഓപ്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയ തലവേദനയില്ല. എക്സ്ട്രാ പോസിറ്റീവ് നോട്ടായിട്ട് അദ്ദേഹത്തിന് ബോൾ ചെയ്യാനും കൂടി സാധിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം മത്സരങ്ങളിൽ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പിന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഓപ്പണിംഗ് സൈഡിലെ മറ്റൊരു താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. ഓഫ് കോഴ്സ് അദ്ദേഹം എന്താണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വീണ്ടും പരീക്ഷിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് അവിടെ സാധിക്കുകയും ചെയ്തു. ഓപ്പണിംഗ് സ്ലോട്ടിൽ നമ്മളിടുന്നത് രജിൻ രവീന്ദ്ര ആൻഡ് ഋതുരാജ് ഗെയ്ക്വാദ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ പറഞ്ഞു പോകുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊയ്ൻ അലി തന്നെ ആയിരിക്കും ആദ്യ മത്സരത്തിൽ കളിക്കാൻ സാധ്യതകൾ കൂടുതൽ. കാരണം ഹോം മത്സരമാണ്. അവിടെ ഡാരിൽ മിച്ചൽ സാൻഡർ എന്നിവർ മൊയ്ൻ അലി കഴിഞ്ഞ ശേഷം മാത്രമേ വരുള്ളൂ. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് മൊയ്ൻ അലി തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അജിൻക്യ രഹാനെ. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് രഞ്ജി ട്രോഫിയിൽ അത്ര നല്ല പ്രകടനമൊന്നും അല്ല അജിൻക്യ രഹാനെ കാഴ്ചവെച്ചിട്ടുള്ളതെങ്കിലും IPL സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ചെന്നൈ സൂപ്പർ കിങ്സ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഗെയിമിനെ ആക്സിലറേറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കളിക്കേണ്ട സമയത്ത് ഹോൾഡ് ചെയ്ത് കളിക്കാനും സാധിക്കുന്ന ഒരു താരം തന്നെയാണ് അജിൻക്യ രഹാനെ. അഗ്രസീവ് മോഡിലേക്ക് ഒരുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശിവം ദുബെയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം T20യിലേക്ക് തിരിച്ചു വന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പോരാത്തതിന് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കഴിഞ്ഞ സീസൺ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ബോളിംഗ് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ T20യിൽ വന്നിട്ട് അദ്ദേഹം ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പോരാത്തതിന് രഞ്ജി ട്രോഫിയിൽ മികച്ച രീതിയിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇറീപ്ലേസബിൾ ആയിട്ടുള്ളൊരു താരം തന്നെയാണ് 11 നിന്നും ശിവം ദുബെ എന്ന് പറയുന്നത്. ബോളിംഗ് സൈഡിലും പരീക്ഷിക്കുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പുതിയ സീസണാണ്, പുതിയ റോളാണെന്ന് ധോണി പറയുന്നുണ്ടെങ്കിലും എന്താണ് അദ്ദേഹത്തിൻ്റെ റോളെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്, MS ധോണി. അടുത്തതെന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ. ഞാൻ ഓൾറെഡി പറഞ്ഞു, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത 11 നിന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു താരമാണ്. ബോളിംഗ് സൈഡാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ഫീൽഡിംഗ് സൈഡിലാണെങ്കിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും കഴിഞ്ഞ സീസണിലെ ഫൈനലിലെ ആ ഒരു ഫിനിഷിംഗ് ഒന്നും നമുക്ക് മറക്കാനേ പറ്റില്ല. അദ്ദേഹവും 11 ഉണ്ടാവും. അടുത്തെന്ന് പറയുന്നത് ശാർദുൽ താക്കൂർ. നമുക്കറിയാം ഈ സീസണിലാണ് ശാർദുൽ താക്കൂർ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് തിരിച്ചു വന്നത്. പോരാത്തതിന് രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് ഡെപ്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 8ാമത് ഇറങ്ങുന്ന ആൾക്ക് പോലും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ദീപക് ചഹറാണ്. ദീപക് ചഹറും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ്. പരിക്കുകൾ ഒരുപാട് അദ്ദേഹത്തിനെ അലച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ നല്ലൊരു സീസണായി തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 8ാമത്തെ താരത്തിന് വരെ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പതിരണ തീക്ഷണ എന്നിവരാണ്. ഇവർ രണ്ടുപേരും പ്ലേസ് ചെയ്യുകയാണ്. കാരണം സ്പിൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹോം ഗ്രൗണ്ടിൽ ആ ഒരു സ്പിന്നേഴ്സിനുള്ള അഡ്വാൻറ്റേജ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം പതിരണയും ആൻഡ് തീക്ഷണ തന്നെയാണ് ഞാനവിടെ പിന്നീടുള്ള ബോളർമാരായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരായിരിക്കും ആ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അജിൻക്യ രഹാനെ ബാറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ സബ് ചെയ്തിട്ട് പകരക്കാരനായിട്ട് മുകേഷ് ചൗധരി അല്ലെങ്കിൽ ഹങ്കരേക്കറിനെ കൊണ്ടുവരാനായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലാൻ. അതോടൊപ്പം തന്നെ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ നേരെ തിരിച്ചും ഹങ്കരേക്കറോ അല്ലെങ്കിൽ മുകേഷ് ചൗധരിയോ പരീക്ഷിച്ചിട്ട് സെക്കൻഡ് ബാറ്റിംഗിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രഹാനെ കൊണ്ടുവരുമായിരിക്കും. ഇതാണ് എൻ്റെ ഒരു പ്രോബബിൾ 11 ട്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആ 11 ഓടിച്ച് വായിക്കാം. ഋതുരാജ് ഗെയ്ക്വാദ്, രജിൻ രവീന്ദ്ര, മൊയ്ൻ അലി, അജിൻക്യ രഹാനെ, ശിവം ദുബെ, MS ധോണി, രവീന്ദ്ര ജഡേജ, ശാർദുൽ താക്കൂർ, ദീപക് ചഹർ, മദീഷ പതിരണ, അതോടൊപ്പം തന്നെ മഹേഷ് തീക്ഷണ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മുകേഷ് ചൗധരി അല്ലെങ്കിൽ ഹങ്കരേക്കർ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്. പൊങ്കാലകൾ ഇടാതിരിക്കുക.